നമസ്കാരം. ബുള്ളറ്റ് ടിപ്സ് ഉള്ളതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്ലാസിക് ബുള്ളറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ പൊതുവെ പറയുന്നൊരു കാര്യമാണ് എൻജിൻ വൈബ്രേഷൻ. ഈ എൻജിൻ വൈബ്രേഷൻ വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ചിലവിൽ നമുക്കത് മാറ്റാനുള്ള ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് മുമ്പും പല വീഡിയോസും പല ചാനലുകളും ഉണ്ട്. എങ്കിലും എനിക്ക് എൻ്റെതായ ഒരു രീതിയിൽ ഞാൻ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ പ്ലേറ്റ് റിഡക്ഷൻ പ്ലേറ്റിൽ എന്താണ് ചെയ്യുന്നത് നമുക്ക് കണ്ടു നോക്കാം. ഇതാണ് നമ്മളിപ്പം ചെയ്തിരിക്കുന്നത്. ഈ റിഡക്ഷൻ പ്ലേറ്റിൽ ഒരു ഗൺ മെറ്റൽ കൊണ്ടൊരു ബുഷ് അടിച്ചിരിക്കുകയാണ്. ഈ വണ്ടിയിൽ കിടക്കുന്ന പ്ലേറ്റിൽ ഇത് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. അതായത് യാതൊരുവിധ പിടുത്തവും ക്രാങ്ക് ഷാഫ്റ്റോട്ടുമില്ല. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഫ്ലൈ വീലും വരുന്നുണ്ട്. ആകെയുള്ളത് 3 ബെയറിങ്. അതിൽ 2 ക്ലച്ച് സൈഡിൽ പോകുന്നു. റൈറ്റ് സൈഡിൽ വരുന്നത് ഒരു ചെറിയ നീൽ ബെയറിംഗ് ആണ്. വണ്ടി നല്ല RPM പോകുമ്പോഴത്തേക്കും ഇത്രയും നീളമുള്ള ഷാഫ്റ്റും അതോ അതിന് തൊട്ട് സൈഡിൽ തന്നെ ഫ്ലൈ വീൽ നിൽക്കുമ്പോൾ വൈബ്രേഷൻ ഭയങ്കര കൂടുതലാണ്. അതിനു വേണ്ടിയാണ് നമ്മളിപ്പം ഈ ബുഷ് അടിച്ച് വെച്ചിരിക്കുന്നത്. നമുക്കൊന്ന് അഴിച്ച് നോക്കാം. ഈ പ്ലേറ്റ് നമുക്കൊന്ന് ഊരി എടുത്തിട്ട് വാഷറായിട്ട് പോയി നമ്മൾ ഊരിയെടുത്തു പ്ലേറ്റ്. ഈ പ്ലേറ്റ് ഊരിയെടുത്തിട്ട് നമ്മളിത് ഈ ഒരു പ്ലേറ്റ് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം. ഈ ഷാഫ്റ്റിന് നീളക്കൂടുതലാണ്. ഇങ്ങോട്ട് കാണിച്ചോനെ. ഈ ഷാഫ്റ്റിന് നീളക്കൂടുതലാണ്. ഈ ഭാഗത്ത് ഫ്ലൈ വീലോട് വരുമ്പോഴത്തേക്കും ഇത് ഷിവറിങ് കൂടുതലുണ്ടാവും. ഇവിടെ യാതൊരു പിടുത്തങ്ങളോ ഒന്നുമില്ല. നമ്മൾ അതിനു വേണ്ടിയാണ് ഇതുപോലെ ഒരു പ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ആ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആ ഒരു ജെർക്കിങ് മാറ്റാൻ വേണ്ടിയാണ് ഈ പ്ലേറ്റ് നമ്മൾ ബുഷ് അടിച്ചിട്ടിരിക്കുന്നത്. അതിങ്ങനെ ഫിറ്റ് ചെയ്തു. 3 ബോൾട്ടാണ്, അല്ലെങ്കിൽ ബോൾട്ട് ഇതിൽ നീളമുള്ളത് 2 ഇല്ലാണ്ട് ഈ മുകളിലോട്ട് നമ്മൾ ഇടുക. നീളം കുറഞ്ഞ താഴെ ഇടുന്നു. ഇട്ട് മുറുക്കിയിട്ട് നമ്മൾ 3 ഇട്ട് മുറുകിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫ്ലൈ വീലാണ്. ഇതാണ് കമ്പനി വരുന്ന ഫ്ലൈ വീല്. നമ്മൾ ഇതിലേക്ക് ഈ ഫ്ലൈ വീലിലേക്ക് ഒരു എക്സ്ട്രാ ഒരു വെയിറ്റ് കയറ്റിയിട്ടുണ്ട്. ഒരു എക്സ്ട്രാ ഒരു വെയിറ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇത് പണ്ട് ചെയ്തതാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഹോൾ അടിച്ചിട്ട് റിബേറ്റ് അടിക്കുന്ന പരിപാടിയാണ്. ഇതൊരു 4 വർഷം മുമ്പ് ചെയ്തതാണ്. ഈ ഒരു വെയിറ്റും കൂടെ കൂട്ടി നമുക്ക് ക്ലാസിക് വണ്ടിക്ക് ചെയ്യുവാണെങ്കിൽ വൈബ്രേഷൻ നല്ലൊരു ശതമാനം വൈബ്രേഷൻ കുറയുന്നൊരു ഇതാണ്. ഇപ്പോൾ ഇതിനു വേണ്ടി മാത്രം 3200 രൂപ ആ ഒരു റേഞ്ചിൽ പ്ലേറ്റ് വാങ്ങിക്കാൻ കിട്ടും. അത് ബെയറിംഗ് ആണ്. നമ്മളിപ്പോൾ ബെയറിംഗ് ഒന്നുമല്ല, നമ്മൾ ബുഷാണ് അടിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഗൺമെറ്റൽ ചെയ്യുന്നത് വെച്ചാൽ ഗൺമെറ്റലിന് തേയ്മാനം കുറവാണ്. ഈ പല ആൾക്കാരും ചോദിക്കാറുണ്ട്
ഈ എല്ലാം ഗൺമെറ്റലാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗൺമെറ്റൽ തേയ്മാനം കുറവാണ്, അതുകൊണ്ടാണ് ഈ ഗൺമെറ്റൽ ചെയ്യുന്നത്. അത് നല്ല ക്വാളിറ്റിയുള്ള ഗൺമെറ്റലൊക്കെ ആണെങ്കിൽ അതവിടെ കിടന്നോളും. വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ പെട്ടെന്ന് തേയ്മാനം വരത്തില്ല. ഈ ഫ്ലൈ വീലൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലൊരു ചെറിയ ഗാഡിയുണ്ട്. ഇങ്ങനെ നമ്മൾ ഇട്ട് നോക്കുന്നത് ഇവിടെ ഉരയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടോ. പിന്നെ നമുക്ക് ഫ്ലൈ വീലൊന്ന് മുറുക്കുമ്പോഴത്തേക്കും ഒരു 19 ഒരു നട്ടുണ്ട്, ഒരു വാഷറുണ്ട്. വാഷർ അവിടെ ഇവിടെ കൊണ്ട് വാഷർ അങ്ങോട്ടിട്ട് 19 നെട്ടിട്ട് നമുക്ക് മുറുക്കാം. ഇങ്ങനെ വെയിറ്റ് കൂട്ടുമ്പോഴത്തേക്കും ഇവിടെ ഒരയുന്നുണ്ടാകും, നമ്മൾ നോക്കണം ഈ വെയിറ്റ് ഇത് മുറുക്കിയിട്ട്. അതുപോലെ ഈ ബുഷ് അടിക്കുമ്പോഴത്തേക്കും നമ്മൾ ബുഷ് ഇത് നേരത്തെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വലിച്ച് മുറുക്കിയത്. ബുഷ് അടിച്ചിട്ട് ഓരോന്ന് മുറുക്കുമ്പോഴത്തേക്കും ക്രാങ്ക് ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടോ നോക്കണം. കറങ്ങുന്നില്ലെങ്കിൽ ആ ബുഷിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്ക്രാപ്പ് ചെയ്തിട്ട് വീണ്ടും ഫിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തെടുക്കുക വേണ്ടത്. പക്ഷേ ബെയറിംഗ് ആണെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ബെയറിംഗ് വലിച്ച് മുറുക്കുന്ന പരിപാടി ഇതിനൊരു ലോക്കുണ്ട്. അപ്പം വീട്ടിലിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ലോക്കൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യേണ്ട പരിപാടി കൂടെ പറഞ്ഞുതരാം. ഇതിലൊരു ഹോളുണ്ട്, കാണിച്ചു തരാം. ആണ്ടെ ഇവിടെ ഒരു ഹോളുണ്ടോ, ഇതിങ്ങനെ സ്കൂട്ടർ ഇറങ്ങി പോകുന്ന ഹോളാണ്. ഉണ്ടോ, അങ്ങനെ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ വെച്ചിട്ട് ഇത് എവിടെയാണ് ഇടിക്കുന്നത് നോക്കുക. ആ പ്ലേറ്റിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇടിക്കുക. ആണ്ടെ ഇവിടെ ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ. ഒരു വീലുമായിട്ട് മുട്ടുന്നില്ല. അങ്ങോട്ട് വലിച്ചങ്ങോട്ട് മുറുക്കാം. ഇതുണ്ട്, ഇങ്ങനെ വലിച്ച് മുറച്ച് വരുമ്പോൾ എന്നിട്ട് നമുക്ക് കറക്കി നോക്കാം. ഞാനിതിനു വേണ്ടി ലോക്കിട്ട് വലിച്ച് മുറുക്കി സമയം കളയണ്ട, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു അറിവ് നിങ്ങളോട് പറയണമെന്ന് തോന്നിയുകൊണ്ടാണ് ഈ ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വിടുക. നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹം ഓരോ ആൾക്കാർക്കും പല പല വീഡിയോകൾ വേണമെന്ന് ആഗ്രഹിക്കും. അങ്ങനെയുള്ളവർ കമൻറ്റ് ബോക്സിൽ ഇടുക. തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോ ചെയ്തിരിക്കും. ഓക്കെ, ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കും. ഓക്കെ.